അവസാനം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇത് പോണ്ടിച്ചേരിയിലത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. താമസിക്കുന്ന വില്ല തന്നെ അടിപൊളി ആയതുകൊണ്ട് ആക്ച്വലി അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. ആ കളറും ആ ഒരു എസ്തെറ്റിക്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് പോണ്ടിച്ചേരിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കമൻസ് ഉണ്ടായിരുന്നു, എവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയണമെന്ന്. നമ്മൾ സ്റ്റേ ചെയ്ത വില്ലയുടെ പേര് ലൂയിജി വില്ല എന്നാണ്. മേക്ക് മൈ ട്രിപ്പ് ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടാട്ടോ പോയത്. നമ്മുടെ വില്ലയുടെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ് ടൗൺ തന്നെയാണ്. ആക്ച്വലി പോണ്ടിച്ചേരിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് വൈറ്റ് ടൗൺ ഫ്രഞ്ച് കോളനി തന്നെയാണ് കേട്ടോ. നമ്മൾ താമസിച്ച ആ ഒരു വില്ലയിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ റോക്ക് ബീച്ചിലേക്കൊക്കെ. അപ്പോൾ മൊത്തത്തിൽ ആക്സസിബിലിറ്റി ഒക്കെ നോക്കി ക്ലീൻലിനെസ് ഒക്കെ നോക്കി എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർ ഡേ 4000 സംതിങ് ആണ് ഒരു റൂമിന് നമുക്ക് റെൻ്റ് ആയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പോണ്ടിച്ചേരിയിലെ സ്റ്റേയുടെ വിശേഷങ്ങൾ. ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേയുടെ കാര്യം പറഞ്ഞത്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. ഇത് പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല, എനിക്കെന്തായാലും അവിടെ താമസിച്ചത് എന്തുകൊണ്ട് നന്നായെന്ന് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ബീച്ച് റോക്ക് ബീച്ചാണ്. പോണ്ടിച്ചേരിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വാക്ക് വേയിലൂടെ നടക്കുന്നുണ്ടാവും. പോണ്ടിച്ചേരിയിൽ അറിയപ്പെടുന്ന 2 ബീച്ചുകളാണ്, ഒന്ന് റോക്ക് ബീച്ചും ഒന്ന് സെറനിറ്റി ബീച്ചും. രണ്ടും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട് കേട്ടോ. ശരിക്കും രണ്ട് ടൈപ്പ് തന്നെയാണ്. നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു, സെറനിറ്റി ബീച്ചും ഇതും തമ്മിൽ നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. റോക്ക് ബീച്ച് കുറച്ചൊരു ലക്ഷറി വൈബാണ്, മൊത്തത്തിൽ അടിപൊളിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. സെറനിറ്റി ബീച്ച് പക്ക ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ 2 ബീച്ചും നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. രണ്ടിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ബീച്ചിൽ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വഴിയിലൊരു പ്രദക്ഷിണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പള്ളിയുടെ. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് തിരിച്ച് റൂമിലോട്ട് കയറാൻ നേരത്താണ് തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുംബായ കൊമ്പൂച്ചയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലേവർ പാഷൻ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു കേട്ടോ. നമുക്ക് 2 പേർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ആയതുകൊണ്ടാണ് അത് തന്നെ വാങ്ങിച്ചത്. ഒന്നേ വാങ്ങിയുള്ളൂ ടേസ്റ്റ് അറിയാനായിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ്. കാരണം പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് നെക്സ്റ്റ് ഡേ നമ്മൾ മിക്സഡ് ബെറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് മോശമാണെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.